എല്ലാവർക്കും ഫാം ഫുഡ് ഹൗസിലെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു നോൺ വെജ് ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നോൺ വെജ് ഐറ്റം ചെയ്യണമെന്ന് കുറേ പ്രാവശ്യമായിട്ട് എനിക്ക് റിക്വസ്റ്റ് കിട്ടുന്നുണ്ട്. അതും ഒരു ചിക്കൻ ഫ്രൈ ചെയ്യണമെന്ന് മെയിനായിട്ട് എനിക്കൊരു റിക്വസ്റ്റ് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നൊരു ചിക്കൻ ഫ്രൈ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഈ ചിക്കൻ ഫ്രൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈയിൽ ഗരം മസാലയൊക്കെ ചേർത്തല്ലേ ഉണ്ടാക്കുന്നത്. ഇത് അങ്ങനെയല്ല, നമ്മൾ പെരിഞ്ജീരകം മാത്രമേ അതിനകത്ത് ആഡ് ചെയ്യുന്നുള്ളൂ. പെരിഞ്ജീരകവും ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇവിടുത്തെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ ഗരം മസാല ഇവിടെ ആഡ് ചെയ്യുന്നേ ഇല്ല. അപ്പോൾ ഈ റെസിപ്പി എങ്ങനെയാണ് നമുക്ക് നോക്കാം. ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 250 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിപ്പം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞു വെച്ചേക്കുന്നതാണിത്. പെരിഞ്ജീരകം പൊടിച്ച് വെച്ചിട്ടുണ്ട്, കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില, പിന്നെ ഒരു പകുതി നാരങ്ങ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ്. നമുക്ക് ആദ്യം ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ ചിക്കനിൽ 1 ടീസ്പൂൺ മുളക് പൊടി, ഇത് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഫുൾ ഇടുവാണ്. കുരുമുളക് 1/2 ടീസ്പൂൺ, പെരിഞ്ജീരകം പൊടിച്ചത് ഞാൻ മൊത്തം ഇടുവാണ്. അത് ഞാൻ 1/2 ടീസ്പൂണാണ് എടുത്തേക്കുന്നത്. ഉപ്പ് 1/2 ടീസ്പൂൺ, നാരങ്ങയും കൂടെ പിഴിഞ്ഞൊഴിക്കുവാണ്. നല്ലോണം കുഴച്ചെടുക്കണം ഇതിന്. പിന്നെ ഇതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിനൊരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. അപ്പോഴേക്കും ഈ മസാല ഇതിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും. അരമണിക്കൂർ കഴിഞ്ഞ് നമുക്കിത് വറുത്തെടുക്കാം. ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എണ്ണ ഒഴിക്കുവാണ്. വെളിച്ചെണ്ണയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ചിക്കൻ ഫ്രൈക്ക് വെളിച്ചെണ്ണ നല്ല ടേസ്റ്റാണ്. എണ്ണ ചൂടാവുമ്പോഴേക്കും ഫ്രൈ ചെയ്യാൻ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സവാള നീളത്തിന് കീറി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട്. നേരത്തെ തന്നെ നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പിലയും ഇഞ്ചിയും വെളുത്തുള്ളിയാണിത്. അതിനൊപ്പം ഞാൻ 1 പിടി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ 1 പിടി വെളുത്തുള്ളി ഞാൻ ചതച്ച് ഇടാൻ പോവുകയാണ്. തൊലിയൊന്നും എടുക്കുന്നില്ല, ചതച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇടുകയാണ്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ സവാള ആദ്യം പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ സവാള ഞാൻ മൊത്തത്തിൽ അങ്ങ് ഇടുവാണേ. ഞാൻ ഈ എണ്ണയിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നേരത്തെ അരിഞ്ഞു വെച്ചത് തന്നെ ഇടുവാണ്. ഞാൻ അതിലേക്ക് ചിക്കൻ പീസ് ഇടുവാണ്. ചിക്കൻ നല്ല ചെറിയ പീസായിട്ടാണ് മുറിച്ച് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ വലിയ പീസായിട്ട് മുറിക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതിനെ മറിച്ചിടാം. ഓരോ പീസായിട്ട് നമുക്ക് മറിച്ചിടാം. എല്ലാ പീസും ഇങ്ങനെ മറിച്ചിട്ട് കഴിയുമ്പോഴാണ് നമ്മൾ നേരത്തെ വെളുത്തുള്ളി എടുത്ത് വെച്ചിരുന്നില്ല, അത് ഞാൻ ചതച്ചെടുത്ത് വെച്ചേക്കുവാണ്. തൊലിയൊന്നും മാറ്റിയിട്ടില്ല. ആ മുഴുവൻ വെളുത്തുള്ളി ചതച്ചതിനെ ഞാൻ എൻ്റെ മുകളിലേക്ക് ഇടുവാണ്. അതും ഈ ഇറച്ചിക്കൊക്കെ തന്നെ ചിക്കനൊക്കെ തന്നെ കിടന്ന് ഫ്രൈ ആവണം. ആ വെളുത്തുള്ളിയുടെ മണം നമുക്ക് ചിക്കനിൽ നല്ലോണം പറ്റി പിടിച്ച് ചിക്കൻ നല്ലൊരു ഫ്ലേവർ കിട്ടും. വെളുത്തുള്ളി ചെറുതായിട്ട് മുരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ നേരത്തെ മുറിച്ച് വെച്ചിരുന്ന 3 പച്ചമുളക് ഉണ്ടായിരുന്നു, അത് എൻ്റെ കൂടെ ഇടുവാണ്. കറിവേപ്പിലയും ഈ സമയത്ത് ഞാൻ ഇടുവാണ്. എത്രത്തോളം കറിവേപ്പില ആഡ് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നല്ല മണം കിട്ടും നമുക്ക് ഫ്രൈക്ക്. മറ്റേ സൈഡ് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ എടുക്കാം. ഇത് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന സവാള ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്യാം. ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ഈ ചിക്കൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ അധികം നമ്മൾ മസാലയൊന്നും യൂസ് ചെയ്തിട്ടില്ല. വെളുത്തുള്ളിയാണ് നമ്മൾ കൂടുതൽ ഇട്ടേക്കുന്നത്. പിന്നെ പെരിഞ്ജീരകം മാത്രമാണ് മസാല എന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ല ഗരം മസാല, ഇറച്ചി മസാല ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അറിയിക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. അടുത്ത പ്രാവശ്യം മറ്റൊരു റെസിപ്പിയായി നമുക്ക് കാണാം.